എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യകളിലൊക്കെ വിളമ്പുന്ന കാളൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ഞാനിവിടെ തൃശ്ശൂർ സൈഡിൽ സദ്യകളിലൊക്കെ വിളമ്പുന്ന കാളൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. സദ്യകളിലൊക്കെ അങ്ങനെയാണ്, ആ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടാറ്. ഇനി ഇത് അല്പം മഞ്ഞളും ഉപ്പുള്ള വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറിയെല്ലാം മാറ്റി കിട്ടും. അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. 1.5 കപ്പ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ പകുതി അത്രയും വേണം. തേങ്ങ അത്യാവശ്യം വേണം ഇതിൽ. ഇനി കായ കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം. ഞാനിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്, അതാണ് കൂടുതൽ നല്ലത്. ഇതല്ലേലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണ് നല്ല മുളക് പൊടി, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുരുമുളക് പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടി എടുത്തോളൂ കേട്ടോ. ഇനി തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങയിലോട്ട് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക, 3 പച്ചമുളക്, 5 എണ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, തൈരിൽ നിന്ന് 1/2 കപ്പ് തൈര് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. കായ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അടുത്തതായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങയുടെ പച്ചച്ചുക മാറുന്നത് വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഏകദേശം 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിരുന്നു. തേങ്ങയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് തൈരാണ് ആകെ എടുത്തിട്ടുണ്ടായിരുന്നത്. 1/2 കപ്പ് തൈര് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു. ബാക്കിയുള്ള തൈരാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 2 നുള്ളു ഉലുവാപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. ഇനി ഇതിലോട്ട് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഈ മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാളൻ കറിയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി നല്ല കട്ട കാളനായിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്